ഇന്നത്തെ നമ്മുടെ റെസിപ്പി ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ സദ്യയുടെ കൂടെ സെർവ് ചെയ്യുന്ന ബോളിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മലബാർ ഭാഗത്തേക്ക് സാധാരണ ഇങ്ങനെയില്ല. ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ബോളിയും ഇതുപോലെ അതിൻ്റെ മുകളിൽ പായസമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് റീൽസിലും അതുപോലെ ഷോർട്സ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ബോളിയും പാലട പായസമൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും എല്ലാവർക്കും ഇതൊന്ന് കഴിച്ച് നോക്കിയായിരുന്നു എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ഇതുപോലെ ബോളിയും പായസം കൂടെ കഴിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ബോളി മാത്രമായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ബോളിയും പായസമൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പായസം നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബോളിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ 1 കപ്പ് മൈദയാണ് കേട്ടോ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാൾ ഒന്നും കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. എന്നാലുള്ള ബോളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചെറുതായിട്ടൊരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും കേട്ടോ മാവ്. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഈ ഒരു അടിഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു മാവിനെ ഫുള്ളായിട്ട് എണ്ണ കവർ ചെയ്ത് എടുക്കുന്ന ആ ഒരു രീതിയിലായിരിക്കണം കേട്ടോ. എന്നാൽ മാവ് ഒട്ടും തന്നെ ഹാർഡായി പോകില്ല. അപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പൊ ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം കുതിർത്തെടുത്തതാണ്. കുതിർത്തെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ അതാ കഴുകി എടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുതിർന്ന പരിപ്പായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ഞാനൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കുതിർത്തെടുത്തതാണെന്നുണ്ടെങ്കിൽ, കുതിർത്തെടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണം. ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം കുതിർത്ത പരിപ്പായതുകൊണ്ടാണ് വെള്ളം ഇതിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷമാണ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ഞാനൊരു 1/3 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്കായുടെ ആ ഒരു തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പരിപ്പ് ഞാൻ ഒരു കുക്കർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിന്റെ ഒരു കടായി എടുക്കാം. ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി, ചൂട് കട്ടിയുള്ള. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പഞ്ചസാരയുടെ പൊടി മാത്രം ഇതിലേക്ക് മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാനൊരു 3 അച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അതും അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ ഒരു ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കിയിട്ട് ഇതുപോലെ ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഈ ഒരു മിക്സ് ഇപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറി വന്നാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും പറ്റി പിടിക്കാത്ത ആ ഒരു പരുവത്തിൽ നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളയാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി മുഴുവനായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കുകയാണ്.
ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലൊന്ന് എണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഓൾറെഡി ഈ മാവുമ്മ എണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതന്നെ ഒന്ന് ഇങ്ങനെ കയ്യിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരു പപ്പടത്തിന്റെ വലുപ്പത്തിലൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എണ്ണ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മൈദാമാവും കൂടിയല്ലേ, അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകും. അപ്പൊ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഇതിന്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇതുപോലെ ബോളിയും പായസം കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പരത്താനുള്ള ഒരു പാകത്തിൽ റൗണ്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ കവർ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പലകയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് അധികം നമ്മൾ പ്രസ് ചെയ്യാതെ പതുക്കെ വേണം കേട്ടോ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരരുത്. ആ ഒരു രീതിയിൽ നല്ല തിന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് പരന്നു കിട്ടും കേട്ടോ. വല്ലാതെ ബലം കൊടുത്തിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മുഴുവനും നമുക്കിനി പരത്തിയെടുക്കാം. ഇനി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പാനിന്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ബോളി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്ന അത്രയും തന്നെ സമയം വേണ്ട. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബോളി ഇതുപോലെ വാഴയിലയിൽ വെച്ചിട്ട് പായസം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒഴിച്ചിട്ട് കഴിക്കാം. അല്ലാതെ വെറുതെ വേണമെങ്കിൽ നമുക്ക് ചായയിലേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പായസം കൂട്ടി കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഴിക്കുന്നത്. പായസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. ഞാൻ മുകളിൽ ഐക്കാർഡ്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. പ്രഷർ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ പാലട പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്